ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പവിത്ര സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഈ പവിത്ര സീരിയലിലെ തമിഴിന്റെ, അതായത് ഇതിന്റെ ഒറിജിനൽ വേർഷൻ ആയിട്ടുള്ള തമിഴിലെ ഭാഗം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് റിവ്യൂ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗം എന്തായാലും നമുക്ക് മലയാളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ നമ്മുടെ ധ്രുവന്റെ സത്യങ്ങളൊക്കെ, അതായത് അയാളുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ്. വേദനെ കൊണ്ട് ഒരു പേപ്പറിൽ സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ദിവസക്കൂലിയായിട്ട് 350 രൂപ കൈ പറ്റുന്നുണ്ടെന്നുള്ള രേഖകളാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെയും പൈസയും കൂടി കൂടിയിട്ട് മൊത്തം 700 രൂപ നമ്മുടെ വേദക്ക് അയാള് കയ്യിലേക്ക് കൊടുക്കാണ്. എന്നിട്ട് ആ പേപ്പറിൽ സൈൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. വേദ ആ പേപ്പർ ഒന്ന് വായിച്ചു നോക്കാൻ പോകുമ്പോഴേക്കും ധ്രുവൻ പറയുന്നുണ്ട്, ധ്രുവന്റെ ഇതിലെ പേര് ജോബി എന്നാണ് കേട്ടോ. അപ്പൊ ജോബി പറയുന്നുണ്ട്, അതെ നിനക്കത് വായിച്ചു നോക്കിയിട്ട് ഒന്നും മനസ്സിലാവത്തൊന്നുമില്ല, അതിലെഴുതിക്കണ ഇംഗ്ലീഷും, നിനക്ക് ഇംഗ്ലീഷ് വായിക്കാനോ എഴുതാനോ എന്തെങ്കിലും അറിയാവോ? അപ്പോഴേക്കും വേദ ഇല്ല എന്ന് പറയാണ്. അതാണ് പറഞ്ഞത്, വായിച്ചു നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല എന്ന്. നീ ഒരു കാര്യം സൈൻ ചെയ്. അല്ല, സൈൻ ചെയ്യാൻ അറിയാവോ അതോ വിരലടയാൻ പതിപ്പിക്കണോ എന്ന് ചോദിക്കുകയാണ്. വേണ്ട, സൈൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വേദ സൈൻ ചെയ്യാണ്. ആ സമയത്തൊക്കെ നമ്മുടെ ജോബിയുടെ നോട്ടം ഫുള്ള് വേദയിൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകുകയാണ്. അതിനുശേഷം നമ്മുടെ വേദ മേരി ചേച്ചിയുടെ ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താ വേദ? അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും 350 രൂപ തന്നെയാണോ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അതെ. എന്താ ഒരു സംശയം പോലെ? അല്ല, ആ പേപ്പർ നിങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്താ? ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ട് ചേച്ചി, ഞാൻ പിന്നീട് പറയാം എന്ന് വേദ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. രാത്രി ആകുമ്പോഴേക്ക് വേദ ഈ കാര്യങ്ങളൊക്കെ വിക്രത്തിനോട് പറയുന്നുണ്ട്. അതിൽ എഴുതിയേക്കുന്നത് 550 രൂപയാണ് ദിവസം കൂലിയായിട്ട് എഴുതിയേക്കുന്നത്. അവിടെ മൊത്തം 100 സ്റ്റാഫുകളുണ്ട്. ഒരാൾക്ക് പക്ഷെ 350 രൂപ, 550 കൊടുക്കേണ്ട സ്ഥാനത്ത് 350 രൂപ കൊടുക്കുന്നുള്ളൂ ആ ഒരു ധ്രുവൻ എന്ന് പറഞ്ഞ മാനേജർ. എന്നിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് 200 രൂപയാണ് അയാൾ ഒരു ദിവസം ഈടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 100 പേരുണ്ട്. അപ്പൊ 100 പേരുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് ഒരു ദിവസം അയാൾ ഈടാക്കണം നോക്കി. അയാളുടെ കള്ളക്കളി പൊളിച്ചെടുക്കണം എന്ന് വേദ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ പറഞ്ഞു വെച്ച് നോക്കെങ്കിൽ ശരിയാണ്. നമ്മുടെ തൊഴിലാളികൾ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ വേണം. പക്ഷെ വേദ, നമ്മളിപ്പോ ഇവിടെ വന്നേലേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇതിൽ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് വലിയൊരു കുരുക്കാകും. നമുക്ക് ഇടപെടാം, പക്ഷെ കുറച്ച് സാവധാനം കഴിഞ്ഞിട്ട് നമുക്ക് ഇടപെടാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. നാളെ കാണിക്കാൻ പോണത് വേദ രാവിലെ ആകുമ്പോഴേക്കും വേദക്ക് എഴുന്നേക്കാനേ പറ്റുന്നില്ല. വിക്രം വരുന്നുണ്ട്. എന്താണ് ഇന്ന് ജോലിക്കൊന്നും പോകണ്ടേ? ദേ തനിക്ക് ഇഷ്ടപ്പെട്ട നാടൻ മീൻകറിയും അതുപോലെ തന്നെ നല്ല മുളകരച്ച ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും വേദ എഴുന്നേക്കുന്നില്ല കേട്ടോ. അയ്യോ, താനെന്താ എഴുന്നേക്കാത്ത? തനിക്കൊന്നും ക്ഷീണമാണോ? സുഖമില്ലേ? മേലുവേദനയുണ്ടോ? കാലുവേദനയാണോ? കൈവേദനയാണോ? എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴേക്കും ഭയങ്കര ചൂട് കേട്ടോ. അയ്യോ, നല്ല പനിയുണ്ടല്ലോ വേദ. ഈശ്വര, ഞാൻ പറഞ്ഞതല്ലേ ഈ പണിക്കൊന്നും പോകണ്ടെന്ന്. അത് സാരില്ല വിക്രം, നമ്മൾ തണുപ്പത്ത് കുറെ ഞാൻ രാത്രിക്ക് ഒരുപാട് ഇറങ്ങി നടന്നില്ലേ, അതിന്റെയാണ്. അയ്യോ, ഞാനാണെങ്കിൽ ഇന്ന് അച്ഛന്റെ അടുത്തേക്ക് നമ്മുടെ അനിയൻകുട്ടിനെ കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞിരുന്നു, ഒരു ഡോക്ടറെ കാണാനായിട്ട്. അതിനെന്താ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ മേടിച്ചെടുത്ത് വരാൻ പറയാം പണി കഴിഞ്ഞിട്ട്. അത് മതി എന്ന് പറയാണ്. എടോ, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഒരു കുഴപ്പമില്ല വിക്രം എന്ന് പറയാണ്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താൻ പറയണം കേട്ടോ. ദേ അടുത്ത് പറഞ്ഞാൽ മതി, പിന്നെ മേടിച്ചെടുത്ത് അന്വേഷിക്കാൻ പറയാം. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരാം. ഭക്ഷണം എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിക്രം അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ വേദ ചുരുണ്ടുമൂടി അങ്ങനെ കിടന്നുറങ്ങാണ്. മേരി ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ചേച്ചിമാർ പറയുന്നത്, ആ ധ്രുവൻ വന്നിട്ടുണ്ട്, വേദന കാണാനുള്ള വരവാൻ തോന്നുന്നു. ധ്രുവൻ അങ്ങോട്ട് നോക്കുക കേട്ടോ. ഇന്ന് കാണുന്നില്ലല്ലോ അവളെ. അതെ മേരി ചേച്ചി, എന്താ? അല്ല, ഇന്ന് ആ പെൺകൊച്ചു വന്നില്ലേ, ആ വേദ? ഇല്ല, അവൾക്ക് തീരെ സുഖമില്ല സാറേ, പനിയാണ് എന്ന് പറയാണോ? ഓ, പനിയാണോ? അതാണോ ലീവ്? അതെ സാറേ, അവൾക്ക് ഒട്ടും വയ്യ, പനിയാണ്. ഞാൻ നിന്ന് കുറച്ച് നേരത്തെ പോകും. അവളുടെ ഭർത്താവും വീട്ടിലില്ലേ, അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ, അതുകൊണ്ട് ഞാനും കുറച്ച് നേരത്തെ പോകും. അതിനത് ഉച്ച കഴിഞ്ഞിട്ട് പോയിക്കോ എന്ന് ധ്രുവൻ പറയാണ്. ഉച്ച വരെ സമയമുണ്ട്, അവളുടെ അടുത്തേക്കൊന്ന് പോയാലോ എന്ന് വിചാരിക്കുന്ന ധ്രുവൻ വേദ ഒറ്റക്കാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം വേദയുടെ അടുത്തേക്ക് പോവാട്ടോ. വാതിലിൽ മുട്ടുമ്പോഴേക്കും വേദ വിചാരിക്കുകയാണ് മേരി ചേച്ചി അഞ്ച് വാതിൽ തുറക്കുമ്പോൾ ധ്രുവനായിരിക്കും കേട്ടോ. ആ വേദക്ക് സുഖമില്ലെന്ന് അറിഞ്ഞു, ഒന്ന് അന്വേഷിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. എന്നെ അകത്ത് വിളിക്കുന്നില്ലേ, ചായ ഒന്നും തരുന്നില്ലേ? സോറി, ചായ ഇട്ട് തരായിരുന്നു, ഇവിടെ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാട്ടോ. കുറച്ച് കഴിയുമ്പോ വേദക്ക് ദേഷ്യം വരും. വേദ കറക്റ്റ് കാര്യം പറയും. അതെ, നിങ്ങളുടെ കള്ളത്തരങ്ങളും ചതികളും ഞാൻ എല്ലാവർക്കും മുമ്പിൽ വലിച്ചു കീറി പറയണ്ടെന്നാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ വേദാരാന്ന് നിങ്ങൾ ശരിക്കും അറിയാം. നിങ്ങൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യല്ലേ? 550 രൂപ അവരുടെ ദിവസക്കൂലി, എന്നിട്ട് 350 കൊടുത്ത് അവരെ പറ്റിക്കാണല്ലേ? ലക്ഷങ്ങളല്ലേ നിങ്ങൾ മറിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ധ്രുവനാകെ ചമ്മി നാണം കെട്ട് പോകുവാട്ടോ. എന്തായാലും വേദയാണ് നമ്മുടെ ധ്രുവനെ പൊളിച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.